ഗായ്സ്, അപ്പം നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ മാഡ് ഔട്ടായിട്ടാണ്. കുറേ നാളായിട്ട് ഞാൻ യൂട്യൂബ് വിട്ടതാണ്. നമ്മളിവിടെ എത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് കാണിച്ചു തരാം ഗായ്സ്. ട്രിക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ ലിഫ്റ്റിലോട്ട് വരിക, ഈ പാരിസ് വന്നിട്ട് എന്നിട്ട് നിങ്ങളാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ, ഫസ്റ്റ് ഈ ഒരു സാധനത്തിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഗ്യാപ്പ് ഉണ്ടോ, അവിടെ ചെന്നിട്ട് നിങ്ങൾ ചാടണം. ചാടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ചാവുമെന്ന്. പക്ഷേ നിങ്ങൾ ഫെയിൻറ്റിലിട്ടാൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഗ്ലിച്ച് കാണിച്ചു തരാം ഗൈസ്. കണ്ടോ, നമ്മൾ ചെന്ന് എത്ര സ്പീഡിലാണ് തറയെ വീണെങ്കിലും പക്ഷേ അവിടെ ഒന്നും പറ്റിയിട്ടില്ല നമുക്ക്. ഞാൻ എന്താ ഇവിടുന്ന് ചാടാൻ തന്നെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇവിടെ കണ്ടോ, തൊട്ടടുത്ത് തന്നെ ഡോറ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇത് നോക്കുവാണെങ്കിൽ നമ്മൾ ഒരുത്തൻ്റെ വണ്ടി അടിച്ച് മാറ്റിക്കൊണ്ടായിരുന്നു ഇവിടെ വന്ന്. ലെവനത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. എനിക്ക് ആണെങ്കിൽ 4 സ്റ്റാർ വാണ്ടർ ലെവൽ വന്നു ഗൈസ്. ഒന്നും പറയണ്ട, ഫുള്ള് പോലീസ് ബ്ലോക്ക് ഗൈസ്. നിങ്ങൾ ആരെങ്കിലും മാഡ് ഔട്ടിനകത്ത് 5 സ്റ്റാർ അടിച്ചിട്ടാണ് പറയണേ. ഞാൻ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടിടാണ് 5 സ്റ്റാർ എന്ന് പറയുമ്പം 5 സ്റ്റാറിന് പോലും. ഓ ഗൈസ്, 1 സ്റ്റാർ വാണ്ടർ ലെവലായിട്ടാണ്. പോലീസുണ്ട്, പൊട്ടുകുറെ പോലീസുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ പെടുമെന്നുള്ള ഉറപ്പാണ്. ഓ ഗൈസ്, ഈ ചേട്ടൻ നിർത്താൻ, ചേട്ടാ നിർത്തിത്താ. ഓ ഈ ചേട്ടൻ നിർത്താണ്ട് നമുക്ക് വണ്ടി എടുത്തോണ്ട് ഒറ്റ പോക്കണം. തൊട്ട് പോലെയാണ് പോലീസ് കാറാണ് വെച്ച് പിടിക്കുന്നത്. എത്തി നമ്മുടെ അടുത്തെത്തി. ഓ ഗൈസ്, നമ്മൾ വെച്ച് പിടിക്കുകയാണ് ഗൈസ്. ഇങ്ങനെയായിട്ട് ബ്രേക്ക് പിടിച്ച് കൊടുത്താൽ സെറ്റ്. വിട്ടോ. ഓ അവൻ ഓക്കെ നമ്മളെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇനി പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടോട്ട് അങ്ങ് പോകും. ടാക്സി ജോബ് എടുക്കാൻ ആണോ പോലീസ് ജോബ് എടുക്കണോ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോൾ സംശയം. അപ്പം നമ്മൾ പോലീസ് ജോബ് എടുത്താൽ പിന്നെ ടാക്സി ജോബോ പോലീസ് ജോബോ എടുത്താലും വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. എന്തായാലും നമുക്ക് ഓൺലൈൻ RPയിലോട്ട് പോകേണ്ടി വരും. കാരണം ഈ ജോബ്സൊക്കെ അതിനകത്ത് മാത്രമേ കിട്ടത്തുള്ളൂ ഗൈസ്. മാഡ് ഔട്ട് ആദ്യമായിട്ട് കളിക്കുന്നവർക്ക് വേണ്ടി പറയാണ്, നിങ്ങൾക്ക് ജോബ്സോ പോലീസ് ജോബ്സോ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ മൾട്ടിപ്ലെയറിലാണ്. അപ്പം മാക്സിമം നിങ്ങൾ മൾട്ടിപ്ലെയർ കളിക്കാൻ നോക്കുക. ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന സിംഗിൾ പ്ലെയറിലാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് ഓൺലൈൻ ഇതാണ്. അപ്പം ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറയുമ്പം ഈ ഒരു ഡെസേർട്ട് ഉള്ള സ്ഥലത്താണ്. അപ്പം ഇവിടെ ആണെങ്കിൽ ആരെയും കാണുന്നില്ലല്ലോ. അപ്പം നമുക്ക് ഗൈസ്, നമ്മൾ ഈ ഡെസേർട്ടിൽ വന്നാൽ പെട്ട. അപ്പം നമുക്ക് ഈ പോലീസ് ഷോപ്പ് എടുക്കാൻ പോവാം. പോലീസ് ഷോപ്പിനെ അങ്ങോട്ട് വിട്ടിട്ട് പോലീസ് ഷോപ്പല്ല, ഒരാളുടെ മേത്ത് വെച്ചത്. നമ്മൾ പോലീസ് ഷോപ്പിനെ കൊണ്ട് മാപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ അങ്ങോട്ട് എത്തും. നമുക്ക് നമ്മുടെ വണ്ടി വിളിക്കണം. ഇപ്പം നമ്മളെ വണ്ടികളെത്തും. അപ്പം നമ്മൾ വണ്ടിക്കകത്ത് കയറി പോകുന്നതായിരിക്കും. അപ്പം ഞാനിപ്പം 1000 രൂപ എടുത്ത് 5 സെക്കൻഡ് കൊണ്ട് കിട്ടുന്നൊരു ഇതാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഭയങ്കര വെടിവെപ്പും സാധനങ്ങളൊക്കെ ആണ്. ഞാനിപ്പോൾ വണ്ടി ഇരിക്കുന്നതാണ് ടീ എന്നൊരു സൗണ്ട് വെക്കുന്നത്. വലിയ കാര്യം വെക്കണ്ട. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന പോലീസ് സ്റ്റോപ്പ്. ഗൈസ്, ആഡ് വന്നിട്ടുണ്ട്, ആക്കണം. ഗൈസ്, അപ്പം നമ്മൾ വീണ്ടും മാഡ് ഔട്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിനി ഓൺലൈനല്ല കേട്ടോ കളിക്കുന്നത്. കാരണം ഓൺലൈനിൽ കളിക്കുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഗൈസ്, ഈ ഓൺലൈനകത്ത് ഗൈസ് ഇപ്പോൾ പോലീസ് ഒന്ന് നമ്മളെ ഇടിച്ചാണ്. കണ്ടോ, അവൻ കൊണ്ട് അവരുടെ പുറകെ ഇടിക്കുന്നതിനെ പറ്റില്ല. നമ്മളെല്ലാം കൊണ്ട് പുറകെ ഇടിച്ചാൽ എപ്പോൾ നമ്മുടെ പുറകെ വന്നെന്ന് വെച്ചാൽ. അപ്പോൾ ഗൈസ്, നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ പോലീസ് വന്ന് പോലീസ് പോലും ഇതാവുമ്പം ഈ നെറ്റ്വർക്ക് ഇഷ്യൂ വരുമ്പം നമ്മൾ വീണ്ടും ഹോമിൽ തന്നെ ചെന്ന് പോകും. അപ്പോൾ നമ്മൾ സിംഗിൾ പ്ലെയർ കളിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പം വലിയ കുഴപ്പമൊന്നും കാണത്തില്ല.
ചില സമയത്ത് ഞാനിതൊന്ന് എഡിറ്റ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ കാണുമ്പം നോർമലായിരിക്കും. ഇനി ഞാനിത് എഡിറ്റ് ചെയ്യണം. നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് തോന്നും ഞാനിത് എഡിറ്റ് ചെയ്യുമല്ലോ, ഇപ്പോൾ കളിക്കുമല്ലേ. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് യൂട്യൂബിൽ ഇടുന്നത്. സ്ക്രീനൊരു പോകുന്നത് അതൊക്കെ നമ്മളൊരു ദിവസം വാങ്ങും. അപ്പോൾ നമുക്ക് ഈ കാറങ്ങ് അടിച്ചുകൊണ്ട് പോകാം. പോലീസൊന്നും ചുറ്റിനില്ലെങ്കിൽ നമുക്ക് ഈ കാറങ്ങ് അടിച്ചുകൊണ്ട് പോകാം. ആരുമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് കുറേ ഉണ്ട്. അപ്പോൾ ലെവനെ ആക്കാറൊന്നും എടുത്തിട്ട് ഗൈസ്. അപ്പം നമ്മൾ പോയിക്കൊണ്ട് എവിടെ പോകും നമ്മളിത്? നമുക്ക് ഇതിനകത്ത് ഒരിടത്തും പോകാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇതിനകത്ത് ആകെ ഉള്ളത് ഷൂട്ടിംഗ് റേഞ്ചും ഡ്രാഗ് റേസിങ്ങും കാർ റിപ്പയർ ഷോപ്പും. നമ്മുടെ ഹോമില്ല, നമുക്ക് ഹോമില്ല. ഡ്രാഗ് റേസിന് പോകാൻ പറ്റും. നമുക്ക് ഡ്രാഗ് റേസിന് പോകാം ഗൈസ്. അതും ഒരു പാട്ടപ്പൊളി വണ്ടി ആയിട്ടാണ് പോകാൻ പോകുന്നത്. ഇതുകൊണ്ട് ഈ കാറിൻ്റെ പണിയെല്ലാം ഓക്കെ. നമ്മൾ കിഡിലോസ്ക്കൊരു കാർ എടുത്തിട്ടുണ്ട്. സ്വന്തം കാറൊന്നും അല്ലേ. ലെവനോട് തൊട്ട് കുറേ വെട്ടി കത്തിക്കുന്നുണ്ട്. നമ്മളതൊന്നും വിഷയമാക്കാതെ ഒറ്റ എവിടെയും ഇടാൻ പോകുന്നു. നീ എപ്പോൾ അവിടെ എത്തുമെന്നൊന്നും അറിയത്തില്ല. ഡ്രാഗ് റേസിന് വല്ല സൂപ്പർ കാർസ് വല്ലതും വന്നാൽ ഞാൻ തേഞ്ഞു. കാരണം ഇവിടെയാണ് ഓൺലൈൻ ഗെയിമിൽ ടാക്സി സർവീസ് വരുന്നത്. ആ ഒരു റൈറ്റ് സൈഡിൽ നിങ്ങളൊരു മഞ്ഞയും ബ്ലാക്കും ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടു, അല്ല ബിൽഡിങ് കണ്ടു. അതാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ടാക്സി ജോബിൻ്റെ ആ ഒരു ബിൽഡിങ്, അവിടെ പോയിട്ട് നമ്മൾ ടാക്സി ജോബ് എടുക്കണം. അപ്പോൾ നമുക്ക് കുറേ ഓർഡേഴ്സ് വരും. ആ ഓർഡേഴ്സ് അപ്പം ആ ഒരു ഓർഡേഴ്സ് വെച്ച് ആ ഒരു ഓർഡേഴ്സ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റും, ഡിക്ലൈൻ ചെയ്യാനും പറ്റും. അപ്പം നമ്മൾ ഡിക്ലൈൻ ചെയ്താൽ പോകും. പിന്നെ നമ്മൾ കുറേ ഇത് ഓട്ടം ഓടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം റിക്വസ്റ്റ് ഇങ്ങനെ മെസ്സേജസ് വരുമല്ലോ, ആക്സെപ്റ്റ് ജോബ് എന്നുള്ള. അതിനകത്ത് നിങ്ങൾക്കൊരു ഇത് കാണാൻ പറ്റും, കംപ്ലീറ്റ് ജോബ് എന്നുള്ള. അതിൽ പിടിച്ചേക്കുക, നമ്മളെ ജോബ് തീരും. അങ്ങനെയാണ്. പിന്നെ പോലീസ് ജോബുണ്ട്. നിങ്ങൾക്കത് എല്ലാ ജോബ്സും മൾട്ടിപ്ലയറിന് മാത്രമേ നിങ്ങൾക്ക് അവൈലബിൾ ആകത്തുള്ളൂ. അതിനകത്ത് പിന്നെ ഞാൻ കാണിച്ച ഫീച്ചേഴ്സേ മാത്രമേ ഉള്ളൂ. ഉണ്ടായിരുന്നു ഏതൊക്കെയാണ് കാർ റിപ്പയറിംഗ് ഷോപ്പ്, ഡ്രാഗ് റേസ്, ഹോം, ഷൂട്ടിംഗ് റേഞ്ച്. അത്ര നമ്മൾ ഇവിടെ ഉള്ളു. കാരണം ശിവന്മാർ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുഴിയുണ്ടാ, ഇവിടെ പോകാനൊക്കെ പറ്റും. പക്ഷെ കണ്ടോ, നമ്മളൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ ഇതിനകത്ത് ഒരു പ്രാവശ്യം വന്ന് പെട്ടിട്ടുള്ള എനിക്ക് ഒരുത്തൻ മൾട്ടിപ്ലയറിലാണെങ്കിൽ എന്നെ കൊണ്ടുവന്ന് ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു. ഒരുത്തൻ പറഞ്ഞു വന്ന് എന്നെ ഒരു ഇടി. അമ്മച്ചി, ഞാൻ ആ കുഴി കൂടെ ഒറ്റ പോക്കും വണ്ടിയുടെ എല്ലാ പാർട്സും ഇളകി അങ്ങ് തറയാനും. പിന്നെ ഫുള്ള് മണിയായി. പുതിയൊരു കാറ് ഒരുത്തൻ്റെ അടിച്ചതെന്ന് പറ്റി. അപ്പം നമ്മൾ എത്താറ് ഏകദേശം 662 മീറ്ററും കൂടെ ഉള്ളൂ. ഗൈസ്, ഞാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ പണിയായെന്ന് തോന്നുന്നു. എനിക്ക് തോന്നി ഡ്രാഗ് റേസിനെ അറിയാം പോലീസ് പിടിക്കും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്തെങ്കിലും ജോബിന് ചെന്ന്. അല്ല ഗൈസ്, പോലീസൊക്കെ പിടിക്കും. മൾട്ടിപ്ലെയർ പോലീസ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് പോലീസ് ജോബ് എടുത്ത് ക്രിമിനൽസിനെ കൊല്ലാൻ പറ്റും. ചുമ്മാ ഓരോരുത്തരെ വെടിവെച്ചാൽ നമ്മൾ പോലീസ് മാറി ക്രിമിനലാവും. ക്രിമിനലല്ലേ ഡ്യുവൽ മോഡ്. അങ്ങനെയാണ്. മാഡ് ഔട്ട് കളിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ആ ഒരു മോഡ് എന്തോന്നുള്ളത്. നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഈ തോന്നുന്ന ഈ ഒരു വഴി കൂടാണ് പോകേണ്ടതെന്നാണ്. അതെ ഗൈസ്, ഇവിടെ ആണ് ഡ്രാഗ് റേസിങ് വരുന്നത്. ഇവിടെ ഒരു മനുഷ്യനില്ല ഗൈസ്. ഇന്ന് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണോ? നോക്കട്ടെ. ഇത് എന്തോന്ന് എഴുതി കാണിക്കുന്നു, പോസിബിൾ ഡിസ്ക്വാളിഫിക്കേഷൻ. എന്തായാലും നമുക്കൊന്ന് കത്തിച്ചു വിടാം. കിടിലൻ ട്രാക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വെച്ച് കത്തിച്ച് വിടുകയാണ്. 100, 106, 108 ആ ഒരു റേഞ്ചിലാണ് നമ്മളിപ്പോൾ പോകണത്. നോക്കുകയാണേ അപ്പോൾ അവിടെ അങ്ങോട്ടങ്ങനെ വീണേനെ. എനിക്ക് തോന്നുന്നു ചില ഗെയിമിൽ കണ്ടിട്ടുണ്ട് ഗൈസ്, നിങ്ങൾ ഇങ്ങനെ സൈഡിലോട്ട് അങ്ങ് പോകും. ഇതിപ്പോൾ ഞാൻ തിരിച്ചാണ്. അതുകൊണ്ട് ഗൈസ് അവിടെ സെറ്റ് അവിടെ റാമ്പ് വരുന്നുണ്ട്. ഗൈസ്, ഇതൊക്കെയാണ് മോനെ ഡ്രാഗ് റേസ്. കിടിലം
കിടിലം സാധനം എന്ന് പറഞ്ഞാൽ കിടില സാധനം. ഇത് അംബാസഡറല്ലേ പോണ അംബാസഡർ എടുത്ത് ഓടിച്ചാലും വിൻറ്റേജ് ചെയ്ത് വേണ്ട. ഓ ഞാൻ വിചാരിച്ച M8 ആയിരിക്കുന്നു. കണ്ടിട്ട് സുസുക്കിയുടെ ആണോ അക്കോർഡ്? സുസുക്കി അക്കോർഡ് അല്ല, ഹോണ്ട അക്കോർഡ് കിട്ടുന്നുണ്ട്. സുസുക്കി അക്കോർഡ് എന്ന് പോലും സോറി, ചില സമയത്ത് തെറ്റിപ്പോകും. വണ്ടിക്കാരനാണെങ്കിൽ പക്ഷെ തെറ്റിപ്പോകുന്ന സാഹചര്യമൊക്കെ വരും, അത് അറിയാവുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അതിനകത്ത് മേടൗട്ട് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മതി കേട്ടോ. നമ്മൾ ഒറ്റയാകുന്നതായിരിക്കും. അപ്പോൾ ഐഡിയ ഒരു പോലീസ് ഞാൻ വിചാരിക്കും നമ്മൾ ചേസ് മേടിക്കുന്നു. ഈ സാധനം കണ്ടോ, ഈ സാധനത്തിന് 1,00,000 സംതിങ് രൂപയാണ്. നമുക്കത് വാങ്ങാനൊക്കെ പറ്റും. എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ച് തരാം. നിങ്ങൾക്ക് കണ്ടോ, ട്രക്ക് വരാകുമ്പോൾ അത് വാങ്ങാൻ പറ്റും. ട്രക്കൊക്കെ പോട്ടെ, പോർഷെ വരെ വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും? കേൾക്കുമ്പോഴൊക്കെ ഇല്ലല്ലോ ഇത്. അല്ലാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ച് പോലീസ് സ്റ്റേഷൻ ആയാലോ? അതെയല്ലേ, അപ്പം പോലീസ് സ്റ്റേഷൻ ഇടാം. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷന് വിട്ടാനുള്ള പേടി എന്തോന്ന് അറിയാം എനിക്ക്. ഈ പോലീസ് ബ്ലോക്ക് ആക്കി വെക്കും ചില സ്ഥലത്തൊക്കെ. അതാണ് എനിക്ക് ഏറ്റവും വലിയ പേടി. സ്വപ്നമോ കഴിച്ചിട്ട് വണ്ടിക്കൊന്നും പറ്റിയില്ല. കണ്ടാ വണ്ടിയുടെ ഗുണം അതാണ്. ഈ ചേച്ചി സൈഡിലോണ് വന്നിപ്പോൾ ആ കാറൊന്നും ഇടിച്ചിട്ടുണ്ട്. ചേച്ചിക്കൊന്നും പറ്റിയില്ല. എന്താണെന്നറിയത്തില്ല. ഗ്രാഫിക്സ് പൊളിച്ച് പോലീസല്ലേ ഇത്. പോലീസിന് മുന്നേ ചില പിടിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ പോലീസ് ആയിട്ടുണ്ട്. ഈ പോലീസിനെ കൂടി വൈബ് അയ്യോ വെട്ടിച്ചൂടാക്കുള്ള ഹിമാറ് നോക്കട്ടെ. അവനുണ്ട് എന്നാ വരും. അത്ര ഉള്ള കാര്യം. 2 സ്റ്റാർ പോലീസ് ആക്കിയിട്ടുണ്ട്. ഇത്ര മതി. 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാറൊക്കെ ആക്കിയ പണിയാണ്. ഇത് ആഡാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഒരു ആഡ് വരും. സോറി, കാണുന്നവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ ചാനൽ അത്ര റീച്ച് പോലും ഇല്ല. എന്തായാലും നമ്മൾ ഇതൊക്കെ ഇടുകയാണ്. ഇത് നോ കൊടുക്കാനും പറ്റുന്നില്ലല്ലോ ഇത്. ഗൈസ്, നമ്മൾ വീണ്ടും നമ്മുടെ ലോബിയിലേക്ക് വന്നേക്കാണ്. ഇതൊന്നും പറ്റാത്ത അവസ്ഥയായില്ല അത്. ഇതാണ് നമ്മൾ വീണ്ടും നമ്മുടെ ലോബിയിലേക്ക് വന്നിട്ട് കളിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഈ സാധനം അത് പിന്നെ നമ്മൾ 2 സ്റ്റാർ വാണ്ടർ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പോലീസും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അയ്യോ പോലീസ് കൊണ്ടുപോയിട്ടിടിച്ചിട്ടുണ്ട് അവിടെ. സ്വയം തന്നെ അടിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്തില്ലേ. നിങ്ങൾ കണ്ടല്ലേ, ഞാനൊന്നും ചെയ്യില്ല. എൻ്റെ അമ്മമാർക്കൊക്കെ പോലീസിനൊക്കെ ഇപ്പോൾ അമ്മയൊന്ന് വട്ടാന്ന് തോന്നുന്നു. നമ്മൾ റിച്ചാണ്. നൈട്രസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. കണ്ടോ വെച്ച് പറക്കുന്നു. അയ്യോ പോലീസ് ഇങ്ങനെ ബ്രേക്ക് പിടിച്ചു കൊടുത്താൽ മതി. പോക്കാൻ പോയിക്കോളും. വേണ്ട, വെട്ടിക്കാനും വേണം ഒരു സ്കിൽ. താങ്ക് യു ബ്രോ. രണ്ട് പോലീസ് 2 സ്ഥലത്തോട്ട് കൊള്ളാം. അടിപൊളി. ഇപ്പം ചേട്ടൻ പണിയാണ് പോകുന്നത്. വെടിവെക്കുന്നുണ്ട് കേട്ടോ പോലീസൊക്കെ. നമുക്ക് ഈ സ്റ്റാറങ്ങ് കാണണം. എന്താണ് ഫുള്ള് പോലീസാവും. പോലീസ് സ്റ്റേഷൻ കണ്ടല്ലോ. ഈ തമാശ ഉണ്ട്, ഈ പാടുണ്ട് ഗെയിം പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. അപ്പം അതിന് വേണം. ഓക്കെ ശരി, അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.